ചായ കുടിക്കാൻ വരെ പറഞ്ഞു വെച്ചേക്കുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈ ടു കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ നമ്മൾ കയറുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ 5:30 ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് അതിന് മുമ്പടുത്തുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വീഡിയോ ഇട്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറുകയാണ്. എനിക്കിപ്പോൾ പ്രസന്റ്ലി ചെറുതായിട്ട് തൊണ്ടയ്ക്കൊക്കെ എന്തോ ഒരു കിരിയിരിപ്പും പ്രശ്നങ്ങളും ഒക്കെ പനിക്കാനാണോ എന്നറിയത്തില്ല. ചെറിയൊരു പനിയുടേതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. തൊണ്ടയ്ക്കൊക്കെ ആകെ ഒരു ബുദ്ധിമുട്ട്. ചൂടുവെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുക. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചുമയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പം എന്താ, നമ്മൾ സീറ്റിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒന്നും ഇടാനുള്ളൊരു മൂഡില്ല. വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് മനസ്സിനാകെ ഒരു എന്താ പറയുക, ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയായിട്ടോ. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ഈ വീഡിയോസും ന്യൂസും ഒക്കെ കണ്ട് തല അങ്ങ് മരച്ചു പോവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നിനും ഒരു മൂഡ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇന്നലെയൊക്കെ ഞാൻ ഭക്ഷണം പോലും ഉണ്ടാക്കിയില്ല കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് കണ്ടിട്ട് ആകെ സത്യം പറയുക വിഷമവും സങ്കടവും ആകെ തലവേദനയും ഒക്കെ ആയിപ്പോയി കേട്ടോ. എന്ത് ചെയ്യാനാ, നമുക്ക് ദൈവത്തോട്ട് പ്രാർത്ഥിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഞാനും ദുഃഖത്തിൽ പങ്കുചേരുവാണ്. ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. എന്ത് ചെയ്യാനാ, നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ അത് സഹിക്കാനുള്ള ഒരു ശക്തിയും കൃപയും ദൈവം കൊടുക്കണേന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ വേണ്ടി നമ്മുടെ ടേക്ക് ഓഫ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള പോക്കാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. ഇനി ചെല്ലുമ്പോൾ എന്താവും എന്നറിയത്തില്ല കേട്ടോ. ഇത്രയും സർപ്രൈസ് ആയിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സൂചനകളൊക്കെ കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് വരും എന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷെ നമ്മൾ രാത്രി വരത്തുള്ളൂ എന്നാണ് അറിയാവുന്നത്. അപ്പം വീട്ടിൽ രാത്രി വരാൻ വേണ്ടി വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കുവാണ്. അതിനെയൊക്കെ നമ്മൾ തകർത്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ രാവിലെ ചെല്ലുന്നത്. അപ്പൊ നമ്മള് ചെന്ന് കഴിഞ്ഞിട്ട് എന്താവും എന്നറിയില്ല. അപ്പൊ സുബിന് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, എന്താവും എന്നുള്ളത്. ഞാൻ പക്ഷെ ഓർത്തു എന്തായാലും സാരയില്ല, ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ നോക്ക്, നമ്മുടെ ചെന്നൈയുടെ മനോഹാരിതയൊക്കെയാണിത് കേട്ടോ. ഇവിടെ തമിഴ്നാട് നല്ല ഇങ്ങനെ എല്ലാം നിരപ്പ് സ്ഥലമാണല്ലോ. അപ്പൊ അങ്ങനെ വീടൊക്കെ അടുക്കി ഇങ്ങനെ വെച്ചേക്കുന്ന പോലെയാണ്. അപ്പൊ നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്കാണ് വിൻഡോ സീറ്റ് ഇപ്പോഴാണ് കിട്ടിയത്. മുംബൈയിൽ നിന്നുള്ള ഇതിലൊന്നും വിൻഡോ സീറ്റ് ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് എന്താ ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. കയറിയപ്പോൾ തന്നെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. സുബിൻ എന്നെ തോണ്ടി എണീപ്പിച്ചിട്ടാണ് ഞാൻ ലാൻഡിങ് ഒക്കെ എടുത്തത്. നല്ല ഉറക്കക്ഷീണമായിരുന്നു. ഈ രാത്രിയുള്ള നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറുള്ളൂ. നമുക്ക് ഉറങ്ങാനൊരു സമയം കിട്ടുന്നില്ലല്ലോ. ഫുൾ ടൈം നമ്മളിങ്ങനെ ഫ്ലൈറ്റിലും എയർപോർട്ടിലും ഒക്കെ ഇരുന്നിരുന്ന് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഉറക്കം ശരിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇരുന്നങ്ങ് നന്നായിട്ട് ഉറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ കൊച്ചി എത്തി ഗൈസ്. കൊച്ചി എത്തി. എൻ്റെ ദൈവമേ, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, തൊണ്ടയ്ക്ക് ആകെ ഒരു പിടുത്താട്ടോ. കൊച്ചി എത്തിയതിന് ഒരു സന്തോഷം ഞങ്ങൾ രണ്ടുപേരെ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പം നല്ല ഉറക്കക്ഷീണമുണ്ട്. അതുപോലെ തന്നെ മുഖത്തെല്ലാം ഉള്ള കൺമഷിയൊക്കെ പടർന്നൊരു വിധത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് പോയി ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാകണം. എന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം കേട്ടോ. ഫോണിൽ ചാർജ് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കുത്തിയിട്ടേക്കുമായിരുന്നു. അവിടെ ചെറിയൊരു സ്നാക്സ് പോലെയൊക്കെ കഴിച്ചു. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഒരു തുള്ളി ചാർജ് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് അങ്കമാലിയിലാണ്. അങ്കമാലിയിൽ നിന്ന് നമുക്ക് വീട്ടിലേക്കുള്ള ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പറയുമായിരുന്നെങ്കിൽ വണ്ടിയൊക്കെ കൊണ്ടുവന്നേനുമായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ സർപ്രൈസ് ആയിട്ട് പോവുകയാണല്ലോ. അതുകൊണ്ട് സർപ്രൈസ് വീട്ടിൽ നിന്ന് വണ്ടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വണ്ടിയില്ല, എന്നാലും നമ്മൾ ടാക്സി പിടിച്ച് വന്നേനെ. അങ്ങനെ നമ്മൾ ഇത്രയും ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വരുമായിരുന്നു. ഇപ്പം നമ്മൾ ട്രെയിനാ ചെല്ലുന്നതെന്ന് പറയുമ്പോൾ കോട്ടയത്തേക്ക് വരാമെന്ന് പറഞ്ഞ് വണ്ടിയൊക്കെ പറഞ്ഞു വെച്ചേക്കുവാണ്. പക്ഷെ ഇത് നമ്മുടെ അഹങ്കാരത്തിന്റെയും പിന്നെ നമുക്ക് സർപ്രൈസ് കൊടുക്കണം എന്നുള്ള അതിയായ മോഹം കൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. സാരമില്ല, സർപ്രൈസിന് വേണ്ടി ഏത് സഹനങ്ങൾ സഹിക്കാനും ഞാൻ റെഡിയാണ് കേട്ടോ. എനിക്ക് ചില സമയത്തൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ വോമിറ്റിങ്ങിന്റെ ടെൻഡൻസി ഒക്കെ ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ എനിക്ക് ഭയങ്കരമായിരുന്നു, ഒട്ടും എനിക്ക് ബസ്സിൽ കയറാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സിൽ എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. KSRTC ബസ്സിൽ പിന്നെയും കുഴപ്പമില്ല, നല്ല കാറ്റൊക്കെ കിട്ടുന്നതുകൊണ്ട്
കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഈ ബസ്സിൽ പോകുമ്പോൾ വോമിറ്റിങ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വളവും തിരിവിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒലയ്ക്കത്തില്ലേ, അപ്പോൾ എനിക്ക് അറിയാതെ വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പണ്ടൊക്കെ എനിക്ക് ഈ ഡീസലിൻ്റെ പെട്രോളിൻ്റെയൊക്കെ മണമൊക്കെ അടിക്കുമ്പോൾ വരുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അതൊന്നും പ്രശ്നമില്ല. എപ്പോഴും എനിക്ക് ഈ ഒരു പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ എരുമേലിൽ എത്തി കേട്ടോ. അങ്ങനെ നമ്മളൊരു ഓട്ടോയൊക്കെ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം അച്ചാച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഞങ്ങളെന്തോ മംഗലാപുരം എന്തോ പറഞ്ഞു കേട്ടോ. അപ്പം അച്ചാച്ചൻ പറഞ്ഞു ഓക്കെ 10 മണിക്ക് വണ്ടിയും കൊണ്ട് വരാൻ ഞാനും വരുന്നുണ്ടെന്നൊക്കെ അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ, പാവം. അപ്പം ഞങ്ങൾ ഇപ്പം എന്തായാലും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു തെറി ഉറപ്പാണ് കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ ചെറുവള്ളി എസ്റ്റേറ്റ് കേട്ടോ. അപ്പം ഇവിടെ എയർപോർട്ട് വരാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാളുകളായി, അതൊന്നും വരാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല രസമുള്ള ഒരു സംഭവമാണ് കേട്ടോ. കണ്ട ഫുള്ള് കൈതയൊക്കെയാണ്. ഇവിടെ പോകുന്ന വഴിക്കൊക്കെ നല്ല ചെറിയ ചെറിയ മുട്ടക്കുന്നുകളൊക്കെ പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ നാട്. എൻ്റെ നാടിൻ്റെ ഭംഗി എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര ഭംഗി തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് എസ്റ്റേറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊരു വേറെ ലോകമാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വരും ദിവസങ്ങളിലൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു പ്രത്യേക രീതിയിലാണ് പഴയ ബ്രിട്ടീഷുകാരുള്ളപ്പോൾ തൊട്ടുള്ള ഓരോരോ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനൊക്കെ. നല്ല രസമാണ്. ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലമാണ്. കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ചെറുവള്ളി എസ്റ്റേറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് മരങ്ങളാണല്ലോ. ഇവിടെ ഇത്രയും ഭാഗത്തൊക്കെ കൈതയുള്ളൂ, ബാക്കിയൊക്കെ ഫുള്ള് റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ് എപ്പോഴും ഇവിടെ. അങ്ങനെ വലിയ അതിഭീകരമായ ചൂടെന്നൊന്നും പറയാനില്ല. അങ്ങനെയാണ്. ഇത് കണ്ടോ, ഇവിടെ പാലൊക്കെ നമ്മുടെ റബ്ബറിന്റെ പാലൊക്കെ തൂക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ ഓരോരോ വീടിന്റെ കട. അങ്ങനെ ഞങ്ങൾ വന്നിട്ടുണ്ട്. വന്നത് ആരും അറിഞ്ഞിട്ടില്ല. ഇനി നമുക്കിപ്പോൾ അങ്ങോട്ട് ചെന്ന് നോക്കാം കേട്ടോ. ഇതാണ് നമുക്ക് കയറി ചെല്ലാം. ചേച്ചി, ചേച്ചി ചായ ഉണ്ടോ ചേച്ചി? ചേച്ചി എന്തേ മോളെ? ചേച്ചി ഒന്ന് വിളിക്കോ? വിളിക്ക്, ഉണ്ടാകുമ്പോ വിളിക്കരുത്. ചേച്ചി ചായ ഉണ്ട്. എന്നാ പരിപാടി ചെയ്ത് ചായ കുടിക്കാൻ വരെ പറഞ്ഞു വെച്ചേക്കുന്നു. തിരിയാട് പുളിക്ക് 10 മണിയാകുമ്പോ നമുക്ക് പോകണം, അച്ചാച്ചൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. നിമ്മിയേ ഹായ് ചേച്ചി. ഇത് കണ്ടോടി, ഇതെന്നെ പരിപാടിയൊക്കെയാണ്. ചായ കുടിക്കുക, ഞങ്ങള് ചായ കുടിക്കണം. ഇവിടെ ഇല്ല മാതാവിന് 10 മണി ആകെ നോക്കി ഇരിക്കുക. നടന്ന് ഹായ്. എന്തിനാണ് പട്ടി ഇപ്പൊ പറഞ്ഞത്? ഞങ്ങള് പറയാതിരിക്കുവായിരുന്നു. ഈ കൊച്ചിന്റെ ഒരു അലക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഹലോ, ഞങ്ങള് ശരിക്കും 12 മണിയുടെ ട്രെയിൻ ടൈം ഒരു 3 മണിയാക്കി പെട്ടെന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അച്ചാത്ത പിടിച്ചപ്പോ ഞങ്ങൾ എരുമേലില്ല. അച്ഛാ നിങ്ങൾ വിളിക്കുമ്പോ ഇവര് എരുമയിലായിരുന്നു. ഇവര് എരുമയിലുണ്ടെന്ന് നിങ്ങൾ വിളിക്കുമ്പോ ഇതാണ് ഈ പിള്ളേരുടെ പരിപാടി. ചുമ്മാ പച്ചത്തുണി അല്ലെങ്കിൽ യൂട്യൂബിൽ ഇത് പറ്റും, അതുകൊണ്ടാ പറഞ്ഞത്. ഡൈപ്പർ ഡിപ്പി കരച്ചിലും വെള്ളമൊക്കെ കഴിഞ്ഞൊന്ന് വന്നതേ ഉള്ളു. I love you. I love you. I love you. നീരുമമ്മി ആര് മുത്തുമണി അമ്മയുടെ നീരുമണി ആര് സുന്ദരി ആര്
ചേരക്കുട്ടി ചിക്കൂച്ചി ഇവളെ ഒരിക്കാൻ മോനെ അല്ലെ തന്നെ കാറ് ചെന്തേലും കൊണ്ടാ മതി. തലയുടെ മണ്ട പിടിച്ചോ. അറിയോ കുഞ്ഞ് അറിയോ നമ്മളെ വന്ന് കേറിയപ്പോ തന്നെ പണി കിട്ടിയല്ലോ. വന്നപ്പോ തന്നെ പണി കിട്ടി. സർപ്രൈസ് ആയിട്ട് വന്നതാ കേസ്. അതുകൊണ്ട് ഒടുക്കത്തെ പണി കിട്ടി. ഞാൻ അപ്പഴേ പറഞ്ഞാണ് വരുന്നതിന് മുന്നേ വിളിച്ച് പറഞ്ഞിട്ട് വന്നാ മതിയെന്ന്. ഇനി മേല നീതുമോ ഇങ്ങനെ വന്നാലും ഞാൻ വരത്തില്ല. വന്നത് കൊണ്ട് ഇപ്പൊ മീൻ പറ്റേണ്ട അവസ്ഥ. ഇതിപ്പോ നേരത്തെ ഞങ്ങൾ ഇന്ന സമയത്ത് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ റെഡിയാക്കി വെച്ചാ നിങ്ങൾ പണി കിട്ടിയില്ലേ? പാടം ഒന്നുമില്ല. പക്ഷെ ഇടയ്ക്കൊരു സർപ്രൈസ് ഒക്കെ വേണ്ട. അതിനു വേണ്ടി വന്ന. പക്ഷെ ബന്ധുവിനെ ഇത് നമ്മുടെ നത്തോലി നത്തോലി ഉണ്ട്. അയിലുണ്ടോ? നിധിയാ നിധിയൊക്കെ എന്നാ പറയാനുള്ളേ? ഒന്നും പറയാനില്ല. ഒന്നും പറയാറില്ലേ? ചേച്ചിക്ക് നല്ല പണി കൊടുത്തല്ലേ? മഴയാണ്. അടുത്ത മഴക്കുള്ള ഒരുക്കം. അങ്ങനെ അവരെ കഴിഞ്ഞു. കേരളത്തില് കാലുകുത്തിയോ? ഇതാണ് ഞങ്ങളുടെ ഇതെന്താ ചേച്ചാ വാങ്ങിച്ചത്? എങ്ങനെ കുഞ്ഞാന്റെ പോലെ തുണിവെക്ക് വെച്ച് കിടക്കത്തുള്ളൂ.